നമ്മുടെ സംസ്ഥാനത്തെ ഒരു വിഭാഗം ആളുകൾക്ക് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് കൊണ്ട് ഒരു തരത്തിലുള്ള ആശ്വാസവും നൽകുന്നില്ല എന്നുള്ളതാണ്. ആമയും തേങ്ങയും തന്നിട്ടാണ് നമ്മുടെ ഈ ബഡ്ജറ്റിനകത്ത് കേരളത്തെ പിന്നെ മാറ്റിയത്. നിർമ്മല സീതാറാം അവതരിപ്പിച്ച ബജറ്റിൽ തികച്ചും ഭിന്നശേഷിക്കാരെ അവഗണിക്കുക മാത്രമല്ല ഒരെണ്ണപ്പോലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാറ്റിവെക്കാത്ത രീതിയിലുള്ള ഒരു നിലപാടാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്. മഹാത്മാഗാന്ധിയെ വെട്ടിനിരത്തുന്ന സംഘപരിവാർ അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കി പോകുന്നത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെയും നരേന്ദ്രമോദി അട്ടിമറിക്കൊണ്ട് റാംജി റാം എന്ന പേര് മാറ്റിക്കൊണ്ട് അതിനെ മാറ്റിമറിച്ചിരിക്കുകയാണ്. മഹാത്മാഗാന്ധിയുടെ പേരിൽ ഉണ്ടായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി, ഒന്ന് ആ പദ്ധതിയുടെ പേര് രാഷ്ട്രപിതാവിന്റെ പേരിനെ മാറ്റിയിട്ട് രാഷ്ട്രപിതാവിനെ വധിച്ച ഗോഡ്സെയുടെ പേരിനെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ആ തൊഴിലുറപ്പ് പദ്ധതിയെ മാറ്റി. മാത്രമല്ല ശമ്പളം കുറയ്ക്കുകയും അതേപോലെ തന്നെ തൊഴിൽ ദിനങ്ങൾ കുറച്ച് കാലക്രമേണ ഈ പദ്ധതി ഇല്ലാതാക്കുന്ന ഒരു നിലപാടാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോ ഈ ബഡ്ജറ്റിലൂടെ കാണിച്ചിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് 18 കോടിയോളം വരുന്ന ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. പ്രസിഡന്റുമായിട്ടുള്ള സാബു സുരേന്ദ്രബാബു, അതുപോലെ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയ്ക്കെതിരെ ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിലെ 14 ജില്ലകളിലും ഇതേ സമയം ഒത്തിരി ആൾക്കാർ പങ്കെടുത്തുകൊണ്ട് DAWFിന്റെ നേതൃത്വത്തിൽ കേരളത്തിലും ഇന്ത്യയിലെ തന്നെ 28 സ്റ്റേറ്റുകളിൽ മിക്ക സ്ഥലങ്ങളിലും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇന്ന് ഈ സമയത്ത് ഇതേ സമയത്ത് തന്നെ പ്രക്ഷോഭ പരിപാടി നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം ജില്ലയിൽ AG ഓഫീസ് അക്കൗണ്ടിംഗ് ജനറൽ ഓഫീസിലേക്ക് നമ്മുടെ ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് ഭിന്നശേഷിക്കാരെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ 12 വർഷക്കാലമായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റും ഭിന്നശേഷിക്കാരെ കണ്ടില്ല എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ മാസം നിർമ്മല സീതാറാം അവതരിപ്പിച്ച ബജറ്റിൽ തികച്ചും ഭിന്നശേഷിക്കാരെ അവഗണിക്കുക മാത്രമല്ല ഒരെണ്ണപ്പോലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാറ്റിവെക്കാത്ത രീതിയിലുള്ള ഒരു നിലപാടാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്. അതേപോലെ തന്നെ 1949 ഫെബ്രുവരി മാസം 4-ാം തീയതി അദ്ദേഹത്തെ തൂക്കിലേറ്റുമ്പോഴും ഇവർ RSSകാരനല്ല, നാഥുറാം വിനായക ഗോഡ്സെ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോഴും RSSകാർ ഇന്നും പ്രാർത്ഥനയായി പാടിക്കൊണ്ടിരിക്കുന്ന നമസ്തേ സദാവത്സലെ എന്ന ആ മന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് അദ്ദേഹം തൂക്കിലേറിയത്. അപ്പൊ അദ്ദേഹം തികച്ചും ഒരു RSSകാരനാണ്. ഇന്ന് നാഥുറാം വിനായക ഗോഡ്സെക്ക് അമ്പലം പണിയുമ്പോഴും വെങ്കല പ്രതിമകൾ സ്ഥാപിക്കുമ്പോഴും മഹാത്മാഗാന്ധിയെ വെട്ടിനിരത്തുന്ന സംഘപരിവാർ അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കി പോകുന്നത്. ഇപ്പൊ നമുക്ക് പറയാനുള്ള ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെയും നരേന്ദ്രമോദി അട്ടിമറിക്കൊണ്ട് റാംജി റാം എന്ന പേര് മാറ്റിക്കൊണ്ട് അതിനെ മാറ്റിമറിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഫുൾ തുകയും കേന്ദ്ര വിഹിതം കൊടുത്തുകൊണ്ടിരുന്ന അതിനെയും മാറ്റിമറിച്ചുകൊണ്ട് 60% കേരളം കൊടുക്കണം അല്ലെങ്കിൽ സ്റ്റേറ്റ് കൊടുക്കണമെന്ന ഒരു നിബന്ധനയും അവർ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. ഇതെന്ത് ന്യായമാണ്? ഇതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ഇടയിലുള്ള
കേരളത്തിൽ വരുന്ന 25 ലക്ഷത്തിൽ പരം വരുന്ന ഭിന്നശേഷി സഹോദരന്മാർ ആ തൊഴിലുറപ്പ് പദ്ധതിയെ ആശ്രയിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന അവരെയും അട്ടിമറിക്കപ്പെടുകയാണ്. തൊഴിലിന്റെ പേര് പറഞ്ഞ് ഭിന്നശേഷിക്കാരെ ചൂഷണം ചെയ്യുന്ന ഈ നിലപാടിനെ കർശനമായി എതിർത്തുകൊണ്ട് നടത്തുന്ന ഈ നീചമായ പ്രവൃത്തിയെയും DAWF-ഉം NPRD-യും നഖശിലാന്തം ഞങ്ങൾ സംഘടന എതിർക്കുകയാണെന്ന് കൂടി ഈ അവസരത്തിൽ സദസ്സരിച്ച് പറഞ്ഞു പോവുകയാണ്. നിർമ്മല സീതാരാമൻ എന്ന നമ്മുടെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി 1 രൂപ പോലും മാറ്റിവെച്ചിട്ടില്ല ഭിന്നശേഷിക്കാർക്കായി. നമ്മൾ 2000 നമ്മളിപ്പോ പറയുന്നു 64 ലക്ഷം പേർക്ക് നമ്മൾ കൊടുക്കുമ്പോഴും ആ 300 രൂപ കൊടുക്കുക മാത്രമല്ല 94,000 കോടി രൂപ GST-യുടെ പേരിൽ ഈ ഗവൺമെന്റിന് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഭിന്നശേഷിക്കാർക്ക് ആ 300 രൂപ കൊടുക്കുന്നത് തന്നെ 2 വർഷക്കാലമായിട്ട് കൊടുക്കാതെ കുടിശ്ശിക വരുത്തിയിരിക്കുന്ന ഒരു നിലപാടാണ്. ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരം അക്കൗണ്ട് ജനറൽ ഓഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ പോസ്റ്റ് ഓഫീസുകളുടെ ഒക്കെ മുന്നിൽ കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലെയും ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇന്ന് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, നമുക്കിവിടെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന DAWF-ന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും ആറ്റിങ്ങൽ ഏരിയ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ സുരേന്ദ്രബാബുവിനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. AGC ഓഫീസിൽ നടക്കുന്ന ധർണ ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റ് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ പാർലമെന്ററി നേതാവായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസിന്റെ തിരുവനന്തപുരം ജില്ലയുടെ അമരക്കാരനുമായിട്ടുള്ള SP ദീപകനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സമരത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള സുരേന്ദ്രബാബു, അതുപോലെ തന്നെ നമ്മുടെ സംഘടനയുടെ നേതാക്കന്മാരായിട്ടുള്ള അഡ്വക്കേറ്റ് പരശുവയ്ക്കൽ മോഹനൻ, സുനിൽ വക്കല, ശിവൻകുട്ടി, കൈമനം ചന്ദ്രൻ, മോഴി ചന്ദ്രൻ, സന്തോഷ് പേരൂക്കട, ബാബു, ഷാജി, അമ്പാടി അജി തുടങ്ങിയിട്ടുള്ള മറ്റ് പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം എല്ലാ വിഭാഗം ആളുകളുടെയും വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രധാനമായും അതിന് ഉണ്ടായ കാരണമെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഒരു വിഭാഗം ആളുകൾക്ക് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് കൊണ്ട് ഒരു തരത്തിലുള്ള ആശ്വാസവും നൽകുന്നില്ല എന്നുള്ളതാണ്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പുള്ള നമ്മുടെ നാടകീയമായിട്ടുള്ള രംഗങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. BJP-യുടെ സംസ്ഥാന നേതാവായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും മാരാർജി ഭവനകത്ത് കേന്ദ്രീകരിച്ച് വലിയ സ്ക്രീനിനകത്ത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന നിർമ്മല സീതാറാം അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് കാണാൻ വേണ്ടിയിട്ടും ആ ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞിട്ട് ഒരു പത്രസമ്മേളനവും വിളിച്ചിരുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബഡ്ജറ്റൊക്കെ അവതരിപ്പിച്ചു 2 മണിക്കൂർ സമയമെടുത്തുകൊണ്ട് നിർമ്മല സീതാറാം ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പക്ഷെ ആ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഒരു സ്ഥലത്തും കേരളം എന്നുള്ളൊരു വാക്ക് പോലും കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഇത്രയും നിരാശാജനകമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് വേറെ ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ പ്രതീക്ഷിച്ച എന്തെന്ന് ചോദിച്ചാൽ എയിംസ് വരുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. നമുക്കറിയാലോ, നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയ്ക്കകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത്. ഇന്നലെയും നമ്മളെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി RCCയുടെ നിലവിലുള്ള കെട്ടിടത്തോടൊപ്പം തന്നെ അതിനെക്കാട്ടിലും വലുപ്പത്തിലുള്ള ഒരു 14 നില കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് RCCക്കകത്ത് ഏറ്റവും ക്യാൻസറിന് ഈ കാലഘട്ടത്തിൽ ലോകത്ത് ഉള്ള ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കെട്ടിടമാണ് അത് ഉദ്ഘാടനം. എല്ലാ മെഡിക്കൽ
മേഖലയ്ക്കകത്തും മെഡിക്കൽ കോളേജിനകത്തും ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയാണ്. തൊട്ടടുത്ത ദിവസമാണ് 10 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ 5 അവയവങ്ങൾ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ആ നമ്മുടെ തലസ്ഥാനത്തെ ആശുപത്രിക്കകത്ത് കൂടി മറ്റുള്ളവർക്ക് കിഡ്നിയും അതിന്റെ ഹൃദയ വാൽവും മറ്റു തുടങ്ങിയിട്ടുള്ള ഇന്റേണൽ ഓർഗൻസ് അത് മറ്റുള്ളവർക്ക് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം മറ്റൊരു സ്ഥലത്തും അവകാശപ്പെടാൻ വേണ്ടിയിട്ട് പറ്റാത്ത രൂപത്തിലേക്ക് സാധാരണ മെഡിക്കൽ കോളേജിലെ ആശുപത്രികളിൽ ഇത്തരം സംവിധാനം ഏർപ്പെടുത്തിയ ഒരു സർക്കാരാണ് നമ്മുടെ സർക്കാർ. 2 ആഴ്ചക്ക് മുമ്പാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആക്സിഡന്റിൽ മരണപ്പെട്ട ഒരാളുടെ അവയവം ഒരു ഹൃദയം എടുത്തുകൊണ്ട് ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ച് 1 മണിക്കൂർ ഇറങ്ങി എറണാകുളത്ത് ജില്ലാ ആശുപത്രിക്കകത്താണ് ഈ പറയുന്ന ഹൃദയം മാറ്റൽ ശസ്ത്രക്രിയ നമ്മുടെ രാജ്യത്തിനകത്ത് നടന്നത് എന്നുള്ളതാണ്. അതിന്റെ ബില്ലെന്ന് പറയുന്നത് കേവലം 45,000 രൂപ മാത്രമാണ്. അപ്പോൾ സാധാരണ ആളുകൾക്ക് ഇത്തരം ശാസ്ത്രീയമായിട്ടുള്ള ആരോഗ്യ മേഖലയ്ക്കകത്തുള്ള ഒരു സംരക്ഷണമാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഉറപ്പുവരുത്തുന്നത്. എല്ലാ സ്ഥലത്തും ഇപ്പോ കോഴിക്കോട് ഒരു ഇന്റേണൽ ഓർഗൻസ് മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം 9 ഡിപ്പാർട്ട്മെന്റ് ഉള്ള 1,400 കോടി രൂപ മുടക്കിയിട്ടുള്ള 20 ഏക്കറിലെ ഒരു ആശുപത്രി വരികയാണ് നമ്മുടെ നാട്ടിനകത്ത്. 2 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കല്ലിടൽ കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അത്രയും വലിയ സംരക്ഷണം നമ്മുടെ സാധാരണ ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനത്ത് 10 വർഷം കൊണ്ട് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേന്ദ്ര ഗവൺമെന്റിനെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് നല്ലൊരു എയിംസ് വേണം. അതിന് അർഹതപ്പെട്ടിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. മറ്റെല്ലാ സംസ്ഥാനത്തും എയിംസ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അപ്പോ ഏറ്റവും വലിയ ഒരു ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിന്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വരണമെന്നുള്ള നമ്മുടെ ആഗ്രഹം കേരളത്തിന്റെ ഒരു അവകാശമാണ്. യഥാർത്ഥത്തിൽ ഈ ബഡ്ജറ്റ് നടക്കുന്നതിന് മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ധനകാര്യ മന്ത്രിയും എല്ലാം കേന്ദ്ര ഗവൺമെന്റിനെ സമീപിച്ച് അവിടെ ഒരു ആവശ്യമായിട്ട് ഉന്നയിക്കുകയും അത് വരുമെന്നുള്ള എല്ലാ പ്രഖ്യാപനങ്ങളും സുരേഷ് ഗോപി എല്ലാം ഇവിടെ നിന്നുകൊണ്ട് വലിയ പ്രസംഗമൊക്കെയാണ് നടത്തിയത്. നമ്മളെല്ലാം സോഷ്യൽ മീഡിയക്കകത്തൂടെ എല്ലാം കണ്ടതാണ്. എയിംസ് വന്നിരിക്കുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ട നമ്മളെ പോലുള്ള ആളുകളെല്ലാം വിശ്വസിക്കുകയാണ് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റ് വെക്കുമ്പോഴത്തേക്ക് എയിംസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനകത്ത് യാഥാർത്ഥ്യമാകും, നമ്മുടെ സംസ്ഥാനത്ത് ഒരു എയിംസ് കിട്ടുന്നതാണ്. പക്ഷേ ഒരു എയിംസ് പോയിട്ട് ഒരു കാര്യവും ആ ബഡ്ജറ്റിനകത്ത് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. നമ്മൾ എത്രയോ കാലം കൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ്, നിങ്ങളെ മേഖലയ്ക്കകത്ത് എടുക്കുന്ന ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർക്ക് അതിവേഗം സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഏറ്റവും നല്ല ഒരു റെയിൽ മാർഗം, ഒരു സ്പീഡ് റെയിൽ മാർഗം നമ്മൾ ചോദിച്ചു. ഹൈ സ്പീഡ് ട്രെയിൻ നമുക്ക് ഒരെണ്ണം വേണമെന്നുള്ളത് നമ്മൾ ചോദിച്ചു. മറ്റെല്ലാ സംസ്ഥാനത്തും നടപ്പിലാക്കി. നമ്മൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഹൈ സ്പീഡ് ട്രെയിനിന് വേണ്ടിയിട്ടുള്ള ഒരു പാത നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പദ്ധതിയുമായിട്ട് നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ പല പ്രാവശ്യം നമ്മൾ മുമ്പോട്ട് പോയി. ഇപ്പൊ അവര് പറഞ്ഞത് ഈ ബഡ്ജറ്റിനകത്ത് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് അതിനു വേണ്ടിയിട്ടാണ് ഈ രാജീവ് ചന്ദ്രശേഖരൊക്കെ തന്നെ ഇപ്പോ ഹൈസ്പീഡ് ട്രെയിൻ ഇവിടെ തരും. ആ തരുന്നതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പത്രസമ്മേളനം നടത്തിയിട്ട് ഇവിടെ കാര്യങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ ഹൈസ്പീഡ് പോയിട്ട് ഒരു സ്പീഡും നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. പകരം എന്താ അവർ തന്നത്? ആമയും തേങ്ങയും തന്നിട്ടാണ് നമ്മുടെ ഈ ബഡ്ജറ്റിനകത്ത് കേരളത്തെ മാറ്റിയത്. ഒരു പൈസ നമ്മുടെ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിനകത്ത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കൊടുത്തതുപോലെയുള്ള നമ്മളൊരു ഫെഡറൽ സംവിധാനത്തിനകത്ത് ജീവിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. ആ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു പദ്ധതിയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് അർഹതപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായത്. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിഹിതം പോലും വെട്ടിക്കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ കേന്ദ്ര ഗവൺമെന്റ് എടുത്തത്. നിർമ്മലാ സീതാരാമനോട് നമ്മുടെ സംസ്ഥാനത്ത് എംപിമാർ ഉൾപ്പെടെയുള്ളവര് നമ്മള് ആ ബഡ്ജറ്റ് സെക്ഷനകത്ത് പാർലമെന്റിൽ നടന്നിട്ടുള്ള ഡിസ്കഷനകത്ത് നമ്മൾ ചോദിച്ചല്ലോ, നിങ്ങൾ കേരളത്തിനോട് എന്താണ് ഈ കാണിക്കുന്നതെന്ന് നമ്മൾ ചോദിച്ചത്. അവര് പൂർണ്ണമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ അവഗണിച്ച് മാറ്റി നിർത്തിയല്ലേ യഥാർത്ഥത്തിൽ ചെയ്തത് എന്നുള്ളത്. നമുക്ക് കിട്ടേണ്ട GST ഇനത്തിൽ കിട്ടേണ്ട ടാക്സ് ഇനത്തിൽ കിട്ടേണ്ടതായിട്ടുള്ള 2 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട തുക. അവര് BJP ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ കുടുംബസ്വത്തിൽ നിന്നോ എടുത്തു തരുന്നതല്ല.
നമ്മുടെ സംസ്ഥാനത്ത് അർഹതപ്പെട്ടിട്ടുള്ള നമുക്ക് അവകാശപ്പെട്ടിട്ടുള്ള പണമാണ് അവർ തരൂല എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ആ രൂപത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ ഒറ്റതിരിച്ച് ഒരു പൈസ തരാതിരിക്കാനും നമ്മുടെ നാട്ടിൽ ഒരു വികസനവും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റായിട്ടാണ് കേന്ദ്ര ബഡ്ജറ്റ് മാറിയത് എന്നുള്ളതാണ്. ആ കൂട്ടത്തിലാണ് നിങ്ങളുടെ ഡിസേബിൾ ആയിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നവും അവിടെ വന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇവിടെ അമ്പാടി അജി പറഞ്ഞല്ലോ, മിസസ് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ 300 രൂപ വെച്ചിട്ടുള്ള ഒരു പെൻഷൻ പദ്ധതിയാണ് നമ്മുടെ നാട്ടിനകത്ത് ഇവിടെ ഏർപ്പെടുത്തിയത്. അതിൽ നിന്ന് ഒരു 10 നയാ പൈസ കൂട്ടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന മോഡി ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ടോ? ഇപ്പോഴത്തെ ബഡ്ജറ്റിനകത്ത് എത്രയോ ആവശ്യങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ കേന്ദ്ര എം പിമാരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ഈ ഡിസേബിൾ മേഖലയ്ക്കകത്തുള്ള ആളുകളുടെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ലോകത്ത് എല്ലായിടത്തും നോക്കുന്ന സന്ദർഭത്തിനകത്ത് എല്ലാ വികസിത രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലും നോക്കുമ്പോൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ തന്നെ ഇത്തരം ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നല്ലൊരു വിഹിതം മാറ്റിവെച്ച് സാധാരണ ആളുകളോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആശ്വാസം പകർന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായിട്ട് വികസിത രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളും പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ രാജ്യത്തിനകത്ത് ഇത്തരം ഡിസേബിൾ ആയിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും ഈ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് കാണാൻ വേണ്ടിയിട്ട്. അയച്ചു നോക്കൂ. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ റിക്വയർമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസേബിൾ ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ റിക്വയർമെന്റ് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാവുന്നു. ഏതെങ്കിലും തരത്തിലൊരു ഇവർക്ക് ഒരു സൗജന്യമായിട്ടുള്ള ഒരു യാത്രാ സൗകര്യവും അല്ലെങ്കിൽ അത്തരം പ്രയാസപ്പെടുന്ന ആളുകളായിട്ടുള്ള ആളുകൾക്ക് വീട് സംരക്ഷിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഇവർക്ക് ഈ മറ്റു മേഖലകൾക്കെല്ലാം നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ പെൻഷനും മറ്റു ബെനിഫിറ്റുകളും എല്ലാം നടത്തുന്ന സമയത്ത് അർഹതായിട്ടുള്ള വീട്ടിൽ നിന്ന് മാത്രം ജീവിക്കുന്ന വീട്ടിനകത്തേക്ക് മാത്രം ഉള്ളിൽ താമസിക്കുന്നവരായിട്ടുള്ള നിരവധി ആളുകളുണ്ടല്ലോ. അവർക്കും ഈ നമ്മളെ രാജ്യത്തിനകത്ത് ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പൗരനായിട്ടല്ലേ നമ്മൾ കാണാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയുന്നത് ഈ പറയുന്ന മേഖലക്കകത്ത് ഡിസേബിൾ ആയിട്ടുള്ള ആളുകളെ പാടെ അവഗണിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നമ്മളെ രാജ്യത്തിനകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സാധാരണ ആളുകളുടെ പുറത്തുള്ള കുതിരകയറ്റമാണെന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല. ഒരു ജനാധിപത്യ സംരക്ഷണത്തിനകത്ത് കൊടുക്കേണ്ട ഒരു സംരക്ഷണം നമ്മളെ ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരക്ഷണം കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിനകത്ത് അത് പാടെ അവഗണിക്കുന്നെന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നമുക്ക് കൊണ്ടുവന്നേ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പൊ എന്താണ് ഈ പറയുന്ന സംസ്ഥാനത്തോട് കാണിച്ച അവഗണനയെ സംബന്ധിച്ച് BJPയുടെ നേതാക്കന്മാർ പറയുന്നു. ശോഭാ സുരേന്ദ്രന്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആ സോഷ്യൽ മീഡിയക്കകത്ത് നോക്കണം. അവര് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞ എന്താ ആമകൾ തന്നത് മോശമാണോ എന്നുള്ളതാണ് ചോദിച്ചത്. അതിനൊരു പേര് വിട്ട് തന്നു. എന്താണ് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾ ഡിസേബിൾ ആയിട്ടുള്ള ആളുകളെല്ലാം രാവിലെ ഇറങ്ങി ആമയെ പിടിച്ചോണ്ടിരുന്നാൽ മതിയാ? വയറ്റിനകത്തുള്ള ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള വിശപ്പ് മാറുമോ? ഈ പറയുന്ന തള്ള പറയുന്നത് കേട്ടാൽ നമുക്ക് ഈ വിശപ്പ് മാറി കിട്ടുമോ? നിങ്ങളെ ആനുകൂല്യങ്ങൾ മാറി കിട്ടുമോ? ആമയെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടതിന് ശേഷം ടർട്ടിൽ ടൂറിസം തുടങ്ങാൻ വേണ്ടിയിട്ട് ഓമന പേരിട്ടിരിക്കുകയാണ്. ടർട്ടിൽ ടൂറിസം ലോകത്ത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ടർട്ടിൽ ടൂറിസം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ആമകളെ എല്ലാം പിടിച്ചുകൊണ്ട് ഒരു 10,000 ആമകളെ കൊണ്ടുവന്ന് നിരത്തി സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഇട്ടാൽ ഇത് കാണാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റ് മേഖലക്കകത്തുള്ള വിദേശികളെല്ലാം കൂടി ഫ്ലൈറ്റ് പിടിച്ച് ഇങ്ങോട്ട് വന്നിറങ്ങി ഇതെല്ലാം കണ്ടതിന് ശേഷം ഇവിടെ രാജ്യം മുഴുവൻ അങ്ങോട്ട് പുഷ്ടിപ്പെടുമെന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇതൊരു മര്യാദകേടാണ് നമ്മൾ ആവശ്യം. സാധാരണപ്പെടുന്ന ആളുകളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആമകളെ പിടിച്ചിടുന്നതിന് വേണ്ടിയിട്ടാണ് തയ്യാറാകുന്നത്. എന്തിനാണ് ഇവർ ആമകളെ പിടിച്ചെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇതിന്റെ യാഥാർത്ഥ്യത്തിന്റെ കഥകളെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എനിക്കറിയില്ല അങ്ങനെ കേട്ടിട്ടുണ്ടോ. നമ്മുടെ ഇവിടെ നിന്നുള്ള ഒരു വലിയ വ്യവസായമാണ് ഈ പറയുന്നത് പോലെ തന്നെ ഈ പറയുന്ന കൊഞ്ച്, ഈ പറയുന്ന മീൻ ഇവിടെ നിന്ന് അമേരിക്കയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ചെമ്മീൻ എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്താണ്. ഒരു വർഷം 2,500 കോടി രൂപയ്ക്കാണ് ഈ പറയുന്ന 2,500 കോടി ഡോളറിനാണ് ഈ പറയുന്ന ചെമ്മീൻ വ്യവസായം നമ്മൾ നടത്തുന്നത്. അപ്പൊ അമേരിക്കക്കകത്ത് ഒരു 8-9 മാസങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തിൽ നിന്ന് വരുന്ന ഈ പറയുന്നത് പോലെയുള്ള ചെമ്മീൻ ഈ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നത് ചില കാരണങ്ങൾ കൊണ്ട് നിരോധിച്ചു. നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. അതിനകത്ത് പറഞ്ഞിരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇത് പിടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഈ ആമയുടെ വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വംശനാശം വരുന്നത് കൊണ്ട് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യേണ്ട, അത് വാങ്ങണ്ട എന്നുള്ള അമേരിക്കൻ തീരുമാനമാണ്.
അപ്പൊ അതിന് പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് പോലെ തന്നെ ഈ നിർമ്മല സീതാറാമൻ എന്ന് പറയുന്ന ധനകാര്യമന്ത്രി അതിനെ ഒന്ന് വെള്ളം പൂശാൻ വേണ്ടിയിട്ട് വലിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്തു കൊടുത്തതാണ് എന്താണ് ഈ പറയുന്ന ആമകളെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് കേന്ദ്രം നമ്മുടെ സംസ്ഥാനത്ത് വന്നിരിക്കുന്നത്. മറ്റൊന്ന് നിങ്ങൾ തന്നിരിക്കുന്നത് നിങ്ങൾ ബഡ്ജറ്റിനകത്ത് തന്നിരിക്കുന്ന വരികൾക്കിടയിൽ കൂടി നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? റയർ എർത്ത് കോറിഡോർ എന്നാണ് പറയുന്നത്. എത്ര പേര് കേട്ടിട്ടുണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. 21,000 കോടി രൂപയാണ് തന്നിരിക്കുന്നത്. എന്താ എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? നമ്മുടെ തീരദേശ മേഖലയ്ക്കകത്ത് കടപ്പുറത്തിന്റെ തീരദേശത്ത് നിന്ന് ഒരുപാട് മിനറൽസ് ഇത് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് ഈ പറയുന്ന ന്യൂക്ലിയർ വെപ്പൺ ഉൾപ്പെടെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ചില സ്ഥലത്തെല്ലാം കൊണ്ടുവന്ന് നമ്മൾ ഇരുമ്പ് വെക്കുമ്പോഴത്തേക്ക് ചില കറുത്ത മാഗ്നറ്റുകൾ വന്ന് നമ്മൾ ഇരുമ്പിൽ പിന്നെ വരാറുണ്ട്. നമ്മൾ കടൽ തീരത്ത് പോകുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാണ്. അപ്പൊ അതെന്ന് പറയുന്ന ഈ പറയുന്ന എന്താണ് ഈ ആറ്റം ബോംബ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയുടെ പിന്നെ വിലയുള്ള സാധനമാണ്. അപ്പൊ അതിനെ ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റി ഇതിനെ ഒന്ന് ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് പോലുള്ള സ്ഥലത്ത് ഇതിനെ ഒന്ന് മാറ്റിയതിനു ശേഷം ഇതെടുത്ത് കച്ചവടം അടിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ കോർപ്പറേറ്റുകൾക്ക് 21,000 കോടി രൂപയ്ക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ കടൽ തീരം ഉൾപ്പെടെയുള്ളത്. അതാണ് ഈ റയർ എർത്ത് കോറിഡോർ എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ നാട്ടിലെ വൻകിട സ്ഥാപനങ്ങൾക്കും കോർപ്പറേറ്റുകളെയും സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ്. അത് ഓരോ കാര്യത്തിനകത്തും കാണാൻ വേണ്ടിയിട്ട് പറ്റും. സാധാരണപ്പെടുന്ന ആളുകളായിട്ടുള്ള ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾക്കൊന്നും ഇതൊന്നും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ മഹാത്മാഗാന്ധിയുടെ പേരിൽ ഉണ്ടായിട്ടുള്ള പദ്ധതി, ആ പദ്ധതി പോലും വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അത് മുഴുവൻ ഇല്ലാതാക്കിയിരിക്കുകയാണ്. നമ്മുടെ പ്രദേശത്തും നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്തിനകത്തും ഇന്ന് പാവപ്പെട്ട സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ സംരക്ഷിക്കപ്പെടുന്നത് ഇത്ര ദിവസത്തെ ഒരു തൊഴിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയെ തന്നെ അവർ വെട്ടി നിരത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഫണ്ട് വെട്ടിക്കുറച്ച് അതിൽ നിന്ന് ഓരോ അർഹതപ്പെട്ട ആളുകളുടെയും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ടെത്തലുകളാണ് ഇവർ ഈ പദ്ധതി വെട്ടിക്കുറച്ചതിന്റെ പേരിൽ നമ്മുടെ പിന്നെ രാജ്യത്തിനകത്ത് സംഭവിച്ചത്. ഇവര് ഇതിന്റെ അർത്ഥം എന്താണ്? പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളും സബ്സിഡികളും എല്ലാം വെട്ടിക്കുറയ്ക്കുക, നിങ്ങളെ ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾക്കും കൊടുക്കേണ്ടതായിട്ടുള്ള അർഹതപ്പെട്ടിട്ടുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുക, പകരം ഇതെല്ലാം സബ്സിഡികളായിട്ട് വലിയ കോർപ്പറേറ്റുകളെ സഹായിച്ച് അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിനകത്ത് ഇവർക്കെല്ലാം പിന്നെ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോർപ്പറേറ്റ് താല്പര്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇന്ന് രാജ്യത്തിനകത്ത് പട്ടിണി മരണവും അതുപോലെ ഈ പറയുന്ന ഒരു ആരോഗ്യ സംരക്ഷണവും ഇല്ലാതെ വിദ്യാഭ്യാസവും ഇല്ലാതെയൊക്കെ തന്നെ ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു രാജ്യമായി നമ്മുടെ ഈ രാജ്യത്തെ മാറ്റിയിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിലാണ് ഈ പറയുന്നത് പോലെ തന്നെ ഈ ഡിസേബിൾ ആയിട്ടുള്ള പിന്നെ ആളുകളുടെ പ്രശ്നം എന്ന് പറയുന്നത്. അത് രാജ്യത്തിനകത്ത് ഏറ്റവും കൂടുതൽ സംരക്ഷണം കൊടുക്കേണ്ടതാണ് എന്നുള്ളത് പിന്നെ തർക്കമില്ല. ആ സംരക്ഷണം കിട്ടുന്നിടത്തോളം കാലം ഈ ശക്തമായിട്ടുള്ള പ്രതിഷേധമല്ലാതെ നമുക്ക് മറ്റൊരു മാർഗവുമില്ല. ഇപ്പൊ കർഷകർ പ്രതിഷേധിക്കുന്നുണ്ട്, അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തതെല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട് അവർ പ്രതിഷേധിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ സംരക്ഷണം കൊടുക്കാത്തത് കൊണ്ട് തന്നെ അവർ പിന്നെ പ്രതിഷേധിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിനകത്ത് നടന്ന ലേബർ കോഡുകളെല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട് തൊഴിലാളികൾ മുഴുവൻ പിന്നെ സമരത്തിലാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് പിന്നെ വലിയ പിന്നെ പ്രക്ഷോഭങ്ങൾ നേരിടുകയാണ്. യുവാക്കൾക്ക് തൊഴിലില്ലായ്മ പ്രശ്നമാണ്, വനിതകൾക്ക് അവർക്ക് സംരക്ഷണം പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും ഈ പറയുന്നത് പോലെ ഒരു സംരക്ഷണവും കൊടുക്കാത്ത തരത്തിലേക്കുള്ള ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഈ നയങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയണം. ഇത് കേവലം നിങ്ങളുടെ കുറച്ചു പേരുടെ മാത്രം പ്രശ്നമല്ല, ഇത് സമൂഹത്തിന്റെ തന്നെ ഒരു പ്രശ്നമായി ഇതിനെ കാണാൻ വേണ്ടിയിട്ട് കഴിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇപ്പോ നടക്കുന്ന DAWFന്റെ നേതൃത്വത്തിൽ അതിന്റെ സംസ്ഥാന ജില്ലാ കമ്മിറ്റിയുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ AG's ഓഫീസ് സമരം നിങ്ങളെ എല്ലാം അനുവാദത്തോടുകൂടി തന്നെ ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുക. ഈ ധർണ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ സുരേന്ദ്ര ബാബു, DAWFന്റെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ അജി അമ്പാടി, ഈ ധർണാ സമരം
ഉദ്ഘാടനം ചെയ്ത സവ് SP ദീപക്, DAWFന്റെ മറ്റു ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ, ഏരിയ കമ്മിറ്റി നേതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, DAWFന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഈ കേന്ദ്ര ഓഫീസായിട്ടുള്ള അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിന്റെ മുന്നിലുള്ള ഈ സമരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നേരത്തെ ഇവിടെ സ്വാഗതം ആശംസിച്ച ജില്ലാ സെക്രട്ടറി സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങൾക്കറിയാം, DAWF മാത്രമല്ല, ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന NBRD എന്ന് പറയുന്ന അഖിലേന്ത്യാ സംഘടന ഇന്ത്യ രാജ്യത്ത് NBRD പ്രവർത്തിക്കുന്ന മുഴുവൻ സംസ്ഥാനങ്ങളിലും, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരം ധർണാ സമരം കേന്ദ്ര ഓഫീസുകൾക്ക് മുന്നിൽ നടത്തുകയാണ്. നിങ്ങൾക്കറിയാം ഈ സമരത്തിന്റെ പ്രാധാന്യം എന്താണെന്ന്. നിങ്ങളെല്ലാവരും ബോധ്യമുള്ള ആളുകളാണ്. ഇന്ത്യ രാജ്യത്ത് 18 കോടിയോളം വരുന്ന ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ഭിന്നശേഷിക്കാരുടെ തൊഴില്, വിദ്യാഭ്യാസം, അതേപോലെ തന്നെ സമഗ്രമായ പദ്ധതികൾക്ക് നാമമാത്രമായ തുക ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവതരിപ്പിച്ച ബഡ്ജറ്റിലൂടെ ഭിന്നശേഷിക്കാരുടെ ക്ഷേമം നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം നടത്തുവാൻ NBRDയുടെ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചത്. മറ്റൊന്ന്, നിങ്ങൾക്കറിയാം, സമസ്ത ജനവിഭാഗത്തിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ പേരിൽ ഉണ്ടായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി, ഒന്ന്, ആ പദ്ധതിയുടെ പേര് രാഷ്ട്രപിതാവിന്റെ പേരിനെ മാറ്റിയിട്ട് രാഷ്ട്രപിതാവിനെ വധിച്ച ഗോഡ്സെയുടെ പേരിനെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ആ തൊഴിലുറപ്പ് പദ്ധതിയെ മാറ്റി. മാത്രമല്ല, ശമ്പളം കുറയ്ക്കുകയും അതേപോലെ തന്നെ വേതനം കുറയ്ക്കുകയും അതേപോലെ തന്നെ തൊഴിൽ ദിനങ്ങൾ കുറച്ച് കാലക്രമേണ ഈ പദ്ധതി ഇല്ലാതാക്കുന്ന ഒരു നിലപാടാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോ ഈ ബഡ്ജറ്റിലൂടെ കാണിച്ചിരിക്കുന്നത്. ഈ രണ്ട് വിഷയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമരം നടത്തുന്നതെങ്കിൽ പോലും നിരവധി ഭിന്നശേഷിക്കാരുടെ ആനുകൂല്യങ്ങൾ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ 10-20 വർഷക്കാലമായി ഇന്ത്യ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. 2016 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഭിന്നശേഷി സംരക്ഷണ നിയമം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ആ നിയമം നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടില്ല. കേരളം ഉൾപ്പെടെയുള്ള, തമിഴ്നാട് ഉൾപ്പെടെയുള്ള, ബീഹാറും ഹരിയാന ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഈ 2016 ഭിന്നശേഷി സംരക്ഷണ നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് കാര്യമായി ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും അതേപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പിലാക്കേണ്ടതിന് പകരം അതിന് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അത്യാവശ്യം വേണ്ട നിർദ്ദേശങ്ങള് കേന്ദ്ര ഗവൺമെന്റോ ആ പാർട്ടി ഭരിക്കുന്ന ആ സർക്കാരുകൾ ഭരിക്കുന്ന പാർട്ടിയോ നിർദ്ദേശം നൽകാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്നത്.
അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേ, അതേപോലെ തന്നെ ബാങ്കിംഗ് റിക്രൂട്ട്മെന്റ് മേഖല. ബാങ്കിംഗ് റിക്രൂട്ട്മെന്റ് മേഖല പറയുമ്പോൾ റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുവേണ്ട നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, കേന്ദ്ര സ്ഥാപനങ്ങളിൽ യഥാസമയം അപേക്ഷ വിളിച്ച് നിയമനം നടത്താത്തതിന്റെ പേരില് ഭിന്നശേഷിക്കാരുടെ സംവരണം നടപ്പിലാക്കാത്ത ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യയിലാകെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് സൂചിപ്പിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ആനുകൂല്യങ്ങളൊക്കെ ഒരു കാലത്ത് നമ്മൾ സമരം നടത്തി കേന്ദ്രത്തോടായാലും സംസ്ഥാനത്തോടായാലും സമരം നടത്തി നേടിയെടുത്ത ആനുകൂല്യങ്ങളാണ്. ആ നേടിയെടുക്കപ്പെട്ട ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലാകെ കാണാൻ കഴിയുന്നത്. അതിൽ നമ്മൾ ജാഗരൂകരായി നിൽക്കണമെന്നും അതോടൊപ്പം തന്നെ സംഘടിതമായി ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാനും നമ്മൾ ഓരോ ഭിന്നശേഷിക്കാരും തയ്യാറാകണം. നമ്മൾ NBRDയും DAWFും രൂപീകരിച്ചതിന് ശേഷം 8ഓളം പാർലമെന്റ് മാർച്ചുകൾ നടത്തുകയുണ്ടായി. ഭിന്നശേഷിക്കാരോട് കാണിക്കുന്ന നയത്തിന്റെ വൈകല്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി ആ തെറ്റുകൾ തിരുത്തി ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിന്റെ മുമ്പിൽ നമ്മൾ സമരം നടത്തിയിട്ടുണ്ട്. ആ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള സഹോദരങ്ങൾ എന്റെ മുന്നിൽ ഇരിപ്പുണ്ട്. ഞാനിത് സൂചിപ്പിച്ചത്, നമ്മൾ നേടിയെടുത്ത ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുവാൻ ആര് ശ്രമിച്ചാലും അതിനെ ഭിന്നശേഷിക്കാർ അനുവദിക്കില്ല എന്നും, അവരുടെ ജീവന് പണയം വെച്ചായാലും ശരി കേന്ദ്ര ഗവൺമെന്റിന് അവരുടെ തെറ്റായ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരങ്ങളിൽ, അത് സംസ്ഥാന ഗവൺമെന്റ് ആയാലും ആർക്കെതിരെയായാലും നടത്തുന്ന സമരങ്ങളിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർണാ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ ആളുകളെയും DAWFന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയും NBRD എന്ന് പറയുന്ന സംഘടനയുടെ കേന്ദ്ര കമ്മിറ്റിക്ക് വേണ്ടിയും 1000 ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് ഏവർക്കും എന്റെ അഭിവാദ്യങ്ങൾ. ഏറെ പ്രിയങ്കരനായ അധ്യക്ഷൻ, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരുടെ അവകാശ പോരാട്ടങ്ങൾ ഉദ്ഘാടനം ചെയ്തു പോയ സഖാവ് SP ദീപക്, ജില്ലയുടെ തന്നെ പ്രിയങ്കരനായ അമരക്കാരൻ എന്ന് പറയുന്നതിൽ തെറ്റില്ല സഖാവ് അജിയാമ്പാടി, NBRDയുടെ നേതാവും ഏറെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് പരശക്കൽ മോഹൻ സഖാവ്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യർ, നമുക്കറിയാം എല്ലാ വർഷവും കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് വരുമ്പോ നമ്മൾ ഉറ്റുനോക്കാറുണ്ട്. ഭിന്നശേഷി മേഖലയിലുള്ള അവശത അനുഭവിക്കുന്ന വിഭാഗത്തിന് കേന്ദ്ര സർക്കാർ എന്ത് തീരുമാനമെടുത്തു എന്നാണ് ബഡ്ജറ്റ് വരുമ്പോൾ നമ്മൾ കാതോർത്തിരിക്കുന്നത്. പക്ഷെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോ കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റ് ഏതാണ്ട് ജനുവരി അവസാനം പ്രഖ്യാപനം വന്നപ്പോ നമ്മൾ കണ്ടത് കേരളത്തെ അവഗണിച്ചത് മാത്രം. The Voice of India.